അപ്പോൾ ഇന്ന് രാവിലത്തെ ചായയും കടിയൊക്കെ ദോശയൊക്കെ നമ്മൾ ചുട്ട് അടുപ്പത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ്. അപ്പോൾ അതാ ചോറിനുള്ള വെള്ളം തിളക്കുമ്പോഴത്തേന് നമ്മൾ ചായ കൂടിയൊക്കെ കഴിച്ചിട്ടെ. ദോശയും കടലക്കറിയൊക്കെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളത് കുടിക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കിട്ടണം, കുറച്ച് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു വെള്ളിയാഴ്ചയും കൂടിയല്ലേ പിന്നെ ബിരിയാണി അങ്ങോട്ട് വെക്കാം. ഏതായാലും കോഴി ഇറച്ചി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരില്ലോ. അപ്പോൾ ചോറ് തിളപ്പിച്ച് വിട്ടുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നല്ലോ ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അപ്പോത്തിന് ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. രാവിലെ ദോശയും കടലക്കറി ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഷോർട്ടാക്കി വിട്ടു കേട്ടോ, ചെറിയൊരു വീഡിയോ. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതാ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ ദോശയും കടലക്കറിയും കണ്ടില്ലേ, അത് കുടിക്കട്ടെ. അപ്പോഴത്തേന് നമ്മളെ വെള്ളം നല്ല തീ കത്തുന്നുണ്ട്. നല്ലോണം തിളച്ച് മറിയുമ്പോഴത്തേന് നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകി ഇടണം. എന്നിട്ട് വേണം ബിരിയാണിക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞതാ ഞാൻ അരി ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ടില്ലേ, ചോറിൻ്റെ അരി ഇവിടെ ഉണ്ടായിനി. അപ്പോൾ വേഗം ഞാൻ വെള്ളം തിളക്കൽ തുടങ്ങിയിരിക്കണം. വേഗം കഴുകിയാണ്ടേ അരി അങ്ങോട്ട് വെള്ളത്തിൽ കണ്ടിട്ട് കേട്ടോ. ബാക്കിയുള്ള പരിപാടികളൊക്കെ പിന്നെയൊക്കെ ഒന്ന് റെഡിയാക്കുമ്പോൾ ഒത്തിരി ചോറ് അങ്ങോട്ട് വെന്തും ചെയ്തോളും. പിന്നെ തിളപ്പിച്ച് ഊറ്റിയാണ്ട് പിന്നെ നമുക്കവിടെ ഊറ്റി വെച്ചാൽ മതിയല്ലോ ഒക്കെ റെഡിയാക്കി വരുമ്പോഴത്തേന്. അപ്പം അതാ അരിയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി നമ്മളെ കൊട്ടത്തളത്തേക്ക് വന്നു കേട്ടോ. അരിയൊക്കെ ഒന്ന് അടുപ്പത്തിട്ടിട്ടേ ഉള്ളിയൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ബിരിയാണിൻ്റെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് തിരുമ്പാൻ വേണ്ടി നിൽക്കാൻ. ഇവിടുന്നാട്ടെ നമ്മൾ തിരുമ്പലും ഒലുമ്പലും പാത്രം കഴുകലും. പാത്രം പറഞ്ഞാൽ അകത്തുനിന്നും കഴുകും ഇവിടുന്നും കഴുകും. ഇവിടുന്ന് ചോറ് വെച്ച് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടുന്ന് കഴിക്കാണ്ട് അകത്തേക്കാൾ കൊണ്ടുപോകും. മിസുട്ടി ഇവിടെയാണ് കേട്ടോ, വെള്ളം നിറച്ചാണ് ഇവിടെ ഇങ്ങനെ കളിച്ചു കുത്തക്കൂട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു, കഴിഞ്ഞല്ല അതിന് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നല്ല അരി കേട്ടോ. നമുക്കെന്താ അവിടുന്ന് നമ്മൾ കഴിക്കാണ്ട് നേരതാ ഇവിടെ തന്നെ കേട്ടോ അടുപ്പ് നമ്മളെ കണ്ടില്ലേ. അരിയൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകി വന്നപ്പോഴത്തേനതാ നമ്മളെ വെള്ളമൊക്കെ ഇവിടെ നല്ലോണം തിളച്ചിന് കേട്ടോ. കണ്ടില്ലേ, എനിക്ക് ഞാൻ ആദ്യം നമ്മൾ വെള്ളം വെച്ചപ്പോൾ തന്നെ ക്യാരറ്റും ഏലക്കായും പട്ടിയും പൂവും ഉപ്പൊക്കെ ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ നല്ലോണം തിളക്കലിട്ട് വെള്ളം നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കട്ടോ. അപ്പം ഞാൻ അരിയിട്ട് കൊടുക്കുകയാണ്. തിളച്ച വെള്ളത്തിൽ നമ്മൾ അരിയിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് വേവും കേട്ടോ. ഈ അരിക്കതിന് അത്ര വേവൊന്നും ഉണ്ടാവും. ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കിയിരിക്കണ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി. മുറ്റൊക്കെ അടിക്കാണ്ട് അകടിച്ചേരി തുടക്കാണ്ട് പിന്നെ കുട്ടികളെ പെരയിലുള്ളതുകൊണ്ട് ഓലൊക്കെ തീർത്തോളും. അത് നമുക്ക് ആ വിഷയത്തൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, സ്കൂളില്ലാത്തതുകൊണ്ട്. പാത്രം കഴിക്കല് തിരുമ്പൽ ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. സ്കൂളില്ലാത്തതുകൊണ്ട് സ്കൂളിലായിട്ടില്ലെങ്കിൽ മൊത്തം പണി നമുക്ക് ചെയ്താറുണ്ട്. കുറച്ചൊക്കെ മുറ്റടിക്കലും ഇങ്ങനത്തെ പണികളൊക്കെ ഒരു കഴിച്ചു തരും. ബാക്കിയൊക്കെ പിന്നെ നമ്മളെ തന്നെ ഇല്ല, സ്കൂളില്ലാത്തതുകൊണ്ട്. കണ്ടില്ല, മുറ്റത്തൊക്കെ ചണ്ടി നമ്മളെ ചാമ്പക്കമരം ഉണ്ടല്ലോ ഇന്ന് കുഞ്ഞാടിട്ട്. അല്ലാത്ത ചണ്ടി ചമ്പലൊന്നും മുറ്റത്തുണ്ടാവില്ല. ചാമ്പക്കമരത്തുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ എന്നും ഒഴിച്ചു കൊടുക്കണുണ്ടല്ലോ തീർത്തുന്നിട്ട്. അപ്പം അവിടെയൊക്കെ ഞാൻ വെള്ളം എന്നും രാവിലെ പൈപ്പ് ഇങ്ങനെ പിടിച്ചോണ്ട് നനച്ചു കൊടുക്കലാണ്. അപ്പോൾ തേസൂൻ്റെ കളിയാണ് കേട്ടോ അതൊക്കെ. കണ്ടില്ല, അവിടെ അങ്ങനെ ഒരു പൈപ്പ് കൊണ്ടൊക്കെ റെഡിയാക്കി വെച്ചാൽ പോളെ കളികളാണ് അതൊക്കെ. അപ്പോൾ തിരുമ്പാനൊക്കെ ഉണ്ട്. ഒറ്റടിക്കലും അടിച്ചേരി തുടക്കലൊക്കെ ഒരു മക്കളങ്ങൾ കഴിക്കും. ഞാൻ ചോറും കൂട്ടാനൊക്കെ വേഗം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ. ആദ്യത്തെ നമ്മൾ കുറേ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അന്നൊന്നും ഈ മുറ്റത്ത് ഈ പണികളൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇങ്ങനെ ചില്ലൊന്നും ഇട്ടിട്ടില്ലേ. അതൊക്കെ കുറേ വീഡിയോസിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ കല്യാണത്തിന് വേണ്ടി നമ്മൾ കല്യാണത്തിനൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് മുറ്റൊക്കെ റെഡിയാക്കി ഇതാണ് കേട്ടോ. അപ്പോൾ ഹോം ടൂറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളോട് കഴിഞ്ഞ മാതിരിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഹോം ടൂറ്. അപ്പം ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കേണ്ട, അതിലൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെ വീടും. പിന്നെ ഈ മുറ്റൊക്കെ ഇപ്പോൾ വലുതാക്കിയതാണ് കേട്ടോ ഇവിടെ.
ആയിക്കോട്ടെ. എന്നാലും പറഞ്ഞു ഉത്തർക്കാൻ നേരമില്ല. ചോറിപ്പോൾ വേവും. അപ്പോഴത്തേന് നമുക്ക് മസാലക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല വെയിലാട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാനുള്ള മസാലയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിന് കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ വിടണില്ല കേട്ടോ. അതൊക്കെ കുറേ വീഡിയോ ഞാൻ വിട്ടണം ആദ്യമൊക്കെ. പിന്നെ ബിരിയാണിയൊക്കെ ഇപ്പോൾ ആർക്കും വെക്കാനൊന്നും അറിയാത്തൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇതിന് കൂടെ നമുക്ക് ചോറിട്ടാണ്ട് ദമ്മിടാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഞാൻ. അപ്പോൾ അതാ നമ്മൾ ചോറ് തിളപ്പിച്ചിട്ടെടുക്കാൻ വേണ്ടിയുള്ള കുടുക്കനുണ്ടല്ലോ, അതന്നെ നമ്മൾ അതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബിരിയാണി ദമ്മിട്ട് വെച്ചതും. ഇപ്പോൾ വേറൊരു പണാവില്ലാന്ന് വിചാരിച്ചാട്ടെ. ആ ഏതായാലും പുക പിടിച്ചതല്ലേ, പിന്നെ അതിൽ തന്നെ ഉള്ളൂ. പിന്നെ അതിൽ തന്നെയാണ് വെച്ചു കേട്ടോ. അപ്പോൾ അതാ ദമ്മിട്ടവിടെ വെച്ചിട്ട് കേട്ടോ ബിരിയാണി. ഇനി ഇതാവട്ടെ. ഇപ്പോൾ മസാല ഒന്ന് ആ കണലുമ്പോൾ കിടന്ന് വേവാൻ മാത്രമേ ഉള്ളൂ. തീ നല്ല തീ കുത്തിക്കെടുത്ത് കൊടുക്കട്ടെ. നമ്മൾ തീ കത്തേണ്ട ആവശ്യമില്ല. മാണെന്ന് വെച്ചാൽ ചിലപ്പോൾ കത്തൂല. ഞാൻ ചക്ക ഉണ്ടാക്കിയപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇവിടെ കത്തി പൊടിച്ചിട്ടില്ല. എന്താ ഒന്നിപ്പോൾ കത്തണ്ടെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ കത്തണം. കണൽമ കിടന്നാണ്ട് വേവട്ടെ. മസാല ഒന്ന് വേവാനല്ലേ ഉള്ളൂ. ഇങ്ങനെയാണ് കാലി കല്ലുമ്പിട്ട് ഒരുക്കുക. കാലിൻ്റെ വിള്ളലും പൊട്ടലൊക്കെ മാറണോ അതാ കല്ലുമ്മലിട്ട് ഇതുപോലെ വരച്ചോളി. ഇതല്ലാത്ത മാർഗമില്ല. തൊലി കട്ടി കൂടിയണോ ഇങ്ങോട്ട് വരച്ചോളി. അങ്ങനെ നമ്മളെ ചോറ് വയ്പ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെതാ ഞാനൊന്ന് കിടക്കാൻ പോട്ടെ ഇങ്ങനെ നിൽക്കേനിട്ടോ. അപ്പോൾ പിന്നെതാ മക്കൾ പറഞ്ഞ് ഞങ്ങൾ അച്ചാറിടാന്നൊക്കെ പറഞ്ഞാണ്ട് ഓല് നേരത്തെ തന്നെ മാങ്ങൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിന് കേട്ടോ. അപ്പം എന്നാൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളീന്നും പറഞ്ഞു. ഞാൻ പിന്നെ കുറച്ചൊക്കെ ഒന്ന് നോക്കിയാണ്ട് ഞാൻ പിന്നെ പോയിട്ട് ഓല് തന്നെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട് അപ്പോൾ ഇതാ 2 കുപ്പി അച്ചാർ പോലെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ വന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ കടക്കേനി. അപ്പോൾ ഇതിന് മണം കേട്ടപ്പോൾ ഞാനൊന്ന് വന്ന് നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൈക്ക് ലേശം ആക്കിയാണ്, എങ്ങനെ ഉണ്ടോയെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചാണ്ടേ ഞാൻ ഒന്ന് കൈമിലാക്കിയാണ് ഒന്ന് തിന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങണം കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുത്തിന്. അവിടെ മക്കൾ TV ഇട്ടിട്ട് നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കോപ്പി റേറ്റ് കിട്ടും. അപ്പോൾ കണ്ടില്ലേ ബാവട്ടി ഇവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ, ചോറൊക്കെ തിന്നാ. അങ്ങനെ പിന്നെ വൈകുന്നേരം ഒരു 4:30 മണിയൊക്കെ ആയിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നൊക്കെ അതിനൊരു പ്ലാൻ ഉണ്ടായിന് കേട്ടോ. രാവിലെ കോഴി കൊണ്ടുവന്നപ്പോൾ കുറച്ച് കോഴിയുടെ മാറ്റി വെച്ചിന്, കായം തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിക്ക് വെച്ചിന്. നമ്മളെ ബിരിയാണി ഉണ്ടാക്കാൻ കോഴി കൊടുന്നപ്പോഴേ അപ്പോൾ നമ്മൾ നോമ്പിലുണ്ടാക്കിനെ റസ്ക് പൊടിയൊക്കെ അവിടെ ബാക്കിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറേ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിടന്ന് പോകുമെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞ് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ വൈകുന്നേരം ഞാൻ നീച്ചൊക്കെ വന്നതിന് ശേഷം പിന്നെ 4:30 ആയിക്കണ സമയം. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങണ്ട. ഉള്ളിയൊക്കെ അരിഞ്ഞ് ഉരുളങ്കിഴങ്ങൊക്കെ പീങ്ങി കോഴിയൊക്കെ ഞാൻ പൊരിച്ചിക്കാണ്ട് ഞാൻ മിക്സിയിലിട്ടൊക്കെ ചതച്ചെടുത്തിട്ടുണ്ടോ. പിന്നെ മുട്ടയും അതിക്ക് വേണ്ടിയുള്ള എന്തൊക്കെ സാധനങ്ങൾ അതൊക്കെ ഞാൻ റെഡിയാക്കി ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഒക്കെ റെഡി ആക്കിയേണ്ടതാണ്. ഞാൻ അടുപ്പത്തേക്ക് വന്നിട്ട് നമ്മൾ പുറത്തടുപ്പത്തേക്ക് വന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചാണ് തീയൊക്കെ കത്തിച്ച് കാണ്ടതാണ് ഞാൻ എണ്ണ കൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനത്തെ പൊരിച്ചെടുക്കാം കേട്ടോ. വൈകുന്നേരത്തെ ചായക്കടിക്ക് ഇപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ആക്കാമെന്ന് വിചാരിച്ചാണ്ട് റസ്ക് പൊടിയൊക്കെ കിടന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമുക്ക് നോക്കില്ല. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നും നമുക്ക് ദിമക്ക് നോക്കില്ലല്ലോ. നോമ്പിന് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ ഇതൊക്കെ നല്ല പൊരിച്ചെടുക്കട്ടെ കേട്ടോ.
Wow, try po.